ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇന്ന് വളരെ സുപ്രധാന ദിവസമാണ്. ഇന്നലത്തേതുപോലെ രാവിലെ തന്നെ എല്ലാ കുറ്റവാളികളെയും ഹൈക്കോടതിയിൽ എത്തിക്കും. പ്രതികൾക്ക് പറയാനുള്ളതെന്തെന്ന് കോടതി കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. ബിനിൽ, എന്താണ് നമ്മൾ ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? രാഗിനെ, ടി.പി. കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടുമോ? അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കോടതി പ്രധാനപ്പെട്ട 3 റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സാധാരണ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെങ്കിൽ അയാളുടെ 3 കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, സാമൂഹ്യ പശ്ചാത്തലം. ജയിലിൽ കിടന്നിട്ടുള്ള പ്രതിയാണ് എങ്കിൽ ജയിലിലെ അയാളുടെ സ്വഭാവം, അതോടൊപ്പം തന്നെ മാനസികാരോഗ്യനില. 3 കാര്യങ്ങൾ ഹൈക്കോടതി റിപ്പോർട്ടായി തേടിയിട്ടുണ്ട്. ഒന്ന്, ജില്ലാ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടാണ്. ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാരുടെ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഗിൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടിരുന്നു. പ്രതികൾ പറഞ്ഞിട്ടുള്ളത് സാധാരണ ഏത് കേസിലെയും പ്രതികൾ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവർ ഉയർത്തുന്ന വാദങ്ങൾ തന്നെയാണ്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രാരാബ്ധങ്ങളുണ്ട്, ഇതൊക്കെ തന്നെയാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. അതിന് കെ രമ മറുപടിയും നൽകിയിട്ടുണ്ട്. കാരണം ടി.പി. ചന്ദ്രശേഖരൻ ഒരു കുടുംബം ഉണ്ടായിരുന്നു എന്ന കാര്യം അവർ ഓർത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ അവരുടെ ആ ന്യായവാദങ്ങളൊന്നും തന്നെ കോടതി ഒരു പരമാവധി ശിക്ഷയിലേക്ക് പോകുമ്പോൾ അതൊന്നും പരിഗണിക്കണമെന്നില്ല. കോടതി പരമാവധി ശിക്ഷയിലേക്ക് പോകുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട 3 കാര്യങ്ങൾ അത് റിപ്പോർട്ടായി കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകരുടെ വാദം കേൾക്കും. ആ വാദം പ്രധാനമാണ്. പ്രതിഭാഗം അഭിഭാഷകർ പരമാവധി ശിക്ഷയിലേക്ക് പോകരുത്, നിലവിലുള്ള ശിക്ഷ തന്നെ മതി എന്ന രീതിയിലായിരിക്കും അവർ വാദം ഉയർത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൊലയാളി സംഘത്തിൽപ്പെട്ട 7 പേരുണ്ട്. അതിൽ 6ാം പ്രതി അണ്ണൻ സിജിത്ത് ഒഴികെ മറ്റ് 6 പ്രതികൾ, 6 പ്രതികൾക്കുമെതിരെ കൊലപാതകത്തിലെ ഗൂഢാലോചന കോടതി മുമ്പാകെ തെളിഞ്ഞിട്ടുണ്ട്. നേരത്തെ വിചാരണ കോടതിയിൽ അത് തെളിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ശിക്ഷ അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ആ ശിക്ഷ ഉറപ്പാണ്. അത് ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തമാണ്. പരമാവധി അതും വധശിക്ഷയിലേക്ക് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി പുതുതായി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 2 പ്രതികളുണ്ട്. കെ കൃഷ്ണനും ജ്യോതി ബാബുവിനെ ഇന്നലെ ആശുപത്രിയിൽ നിന്നാണ് ഓൺലൈൻ വഴിയാണ് ഹാജരാക്കിയത്. ഇവരുടെ 2 പേരുടെയും കാര്യത്തിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും അത് പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഈ കേസിൽ കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന 6 പേർക്ക് അവർക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ജീവപര്യന്തമെങ്കിലും ശിക്ഷ ലഭിക്കാം. അതോടൊപ്പം തന്നെ പരോൾ ഇല്ലാത്ത ജീവപര്യന്തം എന്നൊരു ആവശ്യം കൂടി പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അത് ഏത് രീതിയിലായിരിക്കും ഇത് വധശിക്ഷയിലേക്ക് പോയാൽ വടകര അടക്കമുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതും ശ്രദ്ധേയമാകും. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ആ വിധിക്കായി നമുക്ക് കാതോർക്കാം. ജസ്റ്റിസുമാരായ എ.കെ. ജയശങ്കരൻ നമ്പ്യാർ, ഡോക്ടർ കൗസർ ഇടപ്പകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചായിരിക്കും ഈ കേസിൽ ഒരു അന്തിമ വിധിയിലേക്ക് പറയുക.